ഹലോ ട്രേഡേഴ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാർക്കറ്റിൽ നമുക്കുണ്ടായിരുന്ന ഇന്നലത്തെ മിസ്സായ ഒരു ട്രേഡിനെ പറ്റിയാണ്. അതേപോലെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഹീറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ആ ഒരു കണ്ടീഷനാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ ഒരാഴ്ച ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ്. പക്ഷേ എനിക്ക് കിട്ടിയ സ്റ്റോപ്പ് ലോസും അതിനെന്താണ് റീസൺ എന്നും കൂടിയാണ് ഞാനിന്ന് ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. കാരണം ഇങ്ങനെയുള്ള കണ്ടീഷനുകളിൽ ചില ടൈമിൽ എനിക്ക് മാത്രമല്ല മറ്റുള്ള പലർക്കും സ്റ്റോപ്പ് ലോസ് ഈ ഒരു ട്രേഡ്സ് മിസ്സാവാറുണ്ട്. അതേപോലെ തന്നെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ചില സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം മാർക്കറ്റിൽ ഈ ഒരു കണ്ടീഷൻസ്, അതായത് മാർക്കറ്റിൽ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ മറ്റൊരു കണ്ടീഷൻ കൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഡ്രോപ്പുകൾ അല്ലെങ്കിൽ ഒരു നല്ലൊരു ബൈ പ്രഷറുകൾ സെൽ പ്രഷറുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് നമ്മൾ അറിയാമെന്നുണ്ടെങ്കിൽ പോലും സംടൈംസ് നമുക്കിത് ചിലപ്പോൾ നമ്മളൊരു വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഒരു ട്രേഡ് കണ്ടുവച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ട്രേഡ്സ് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവും. ആ ഒരു കണ്ടീഷന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇന്നലെ എനിക്ക് മിസ്സായ ഒരു ട്രേഡും എനിക്ക് ഇന്നലെ ഹിറ്റ് ചെയ്തൊരു സ്റ്റോപ്പ് ലോസാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ ഗോൾഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിറ്റി സിഗ്നൽസിൽ നമ്മൾ എന്ത് ചെയ്തു, മേജറായിട്ട് ആക്ച്വലി ബൈ സെല്ലിംഗ് കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ഇന്നലെ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് ഈ സെല്ല് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. അതെന്താണെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നോർമലി മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബിന് ശേഷം, അതായത് പ്രീവിയസ്ലി ഈ ഒരു കണ്ടീഷന് ശേഷം ഉണ്ടായിരിക്കുന്ന ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബിന് ശേഷം മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്യുന്നതായിരുന്നു എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ അങ്ങനെ ഒരു ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഹൈ ലെവൽ എന്ത് ചെയ്യുക, ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് അതേ ഡ്രോപ്പ് അല്ലെങ്കിൽ വിക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ ടാപ്പ് ചെയ്തിട്ട് ഡ്രോപ്പാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ ഈ ഒരു ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്സ് അതേപോലെ തന്നെ അതിൻ്റെ മേലെ ഉണ്ടായിരുന്ന രണ്ട് സെഗ്മെൻറ്റായിട്ട് ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ലെവലിന്, അതേപോലെ ഈ റിജക്ഷൻ ലെവലിന്. അങ്ങനെ ഞാനിങ്ങനെ രണ്ട് ഏരിയ ഒറ്റ കംപ്രസ്ഡ് ഏരിയ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ തന്നെ റിജക്ഷൻ ബ്ലോക്ക് അതേപോലെ തന്നെ ഓർഡർ ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിങ്, ഇത് രണ്ട് ലെവൽസ് ഞാൻ എന്ത് ചെയ്തു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് നോർമലി ഈ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വീടുന്നായിരുന്നു. പക്ഷേ അതിന് മേലെ നല്ല രീതിയിൽ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ്റെ ബേസിൽ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഓർഡർ ബ്ലോക്കാണ്, ICT ഓർഡർ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും മാനിപ്പുലേഷൻ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി, അതായത് പ്രൊട്ടക്റ്റഡ് ഹൈ ആണിത് ആക്ച്വലി. പക്ഷേ ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് തന്നെ ഇത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ടായി. അതേ സെയിം സിനാരിയോയിൽ എനിക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ലിക്വിഡിറ്റി അവിടെ ആഡ് ചെയ്ത് തന്നിട്ടുണ്ടായി. അപ്പോൾ ഇത്രയും കണ്ടീഷൻസിൻ്റെ ബേസ് ചെയ്തിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഓൾ ടൈം ഹൈ ആണ്, എന്നാൽ പോലും ഇത് പ്രൊട്ടക്റ്റഡ് ഹൈ ആണ്, ഐ ക്യാൻ അക്സെപ്റ്റ് ദാറ്റ്. പക്ഷേ നമ്മളെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലിക്വിഡിറ്റി ആഡ് ചെയ്തപ്പോൾ നമ്മളവിടെ കൺഫ്യൂസ്ഡ് ആവണത്. കാരണം ഈ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് ഒരു വിക്ക് പോലെ, കാരണം ന്യൂസ് വരാനുണ്ടായി. ആ ഒരു ടൈമിൽ ഒരു ന്യൂസ് നമുക്ക് എന്നാൽ പബ്ലിഷ് ചെയ്യാനുണ്ടായി. ആ ന്യൂസ് ടൈമിൽ മാർക്കറ്റ് ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഓൾ ടൈം ഹൈമിനെ ടാപ്പ് ചെയ്ത് ആ ലിക്വിഡിറ്റി ഗ്രാബിന് ശേഷം മാർക്കറ്റ് ഡ്രോപ്പ് വീഴുന്ന ഒരു എക്സ്പെക്റ്റേഷനിലായിരുന്നു. പക്ഷേ ഈ പണി പാളിയത് എവിടെയാണ് ഗൈസ്, നമുക്ക് ഇവിടെ വെച്ചിട്ട് നേരെ ഒരു കണ്ടീഷൻ ഫോം ചെയ്തിട്ടുണ്ടായി. പ്രൈസ് ആക്ഷൻ പാറ്റേൺ ആയിട്ടുള്ള ട്രയാങ്കിൾ പാറ്റേൺ അവിടെ ഫോമേഷൻ ചെയ്യുന്നുണ്ടായി. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇന്നർ ലെവലും ബ്രേക്ക് ചെയ്ത് ഔട്ടർ ലെവലും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടൊരു പോക്കങ്ങോട്ട് പോയി. മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഇന്നർ ലെവലിലെ ബിയോസും ക്രിയേറ്റ് ചെയ്തു, അതേപോലെ തന്നെ ഔട്ടർ ലെവലിലെ ബിയോസും ക്രിയേറ്റ് ചെയ്തു. ഇപ്പം തന്നെ ട്രെൻഡ് ചേഞ്ച് ആയി കണ്ടീഷനിൽ. പക്ഷേ എനിക്ക് ഈ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചാക്കിയാണ്. കാരണം ഈ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടേ മാർക്കറ്റ് വരുള്ളൂ, ന്യൂസ് വരാനുണ്ട്. ഓൾറെഡി ഈ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വരുള്ളൂ. എനിക്ക് എന്ത് ചെയ്യാം, ന്യൂസ് കണ്ടീഷൻ വരാനുണ്ട്. മേജർലി മാർക്കറ്റ് ഒരു പമ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് മാനിപ്പുലേഷൻ നടത്തും എന്നുള്ള മൈൻഡ് സെറ്റ് ഞാൻ ആയിട്ട് എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് ഈ ഒരു ട്രേഡ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ മാനിപ്പുലേഷൻ നടത്തിയില്ല. എനിക്ക് ലെവൽ ഓഫ്, അതായത് എൻ്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എനിക്ക് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ടായി. പ്രൈസ് ആക്ഷൻ പ്രകാരം എനിക്കൊരു പാറ്റേൺ കിട്ടിയിട്ടുണ്ടായി. ഓബിയസ്ലി ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് സെല്ല് ചെയ്യാവുന്നതായിരുന്നു, ഈ റീടെസ്റ്റിലും എനിക്ക് സെല്ല് ചെയ്യാവുന്നതായിരുന്നു. അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവൽ ഓഫ് സപ്പോർട്ട് പിടിക്കുന്നവരെ ഈ ഒരു ഡ്രോപ്പ് എനിക്ക് സെല്ല് ചെയ്ത് ടാർഗറ്റ് പിടിക്കാവുന്നതായിരുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ ICT ലെവൽസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു നല്ലൊരു ഓർഡർ ബ്ലോക്ക്സ് ഉണ്ടായിരുന്നു. അതൊരു പ്രൊട്ടക്റ്റഡ് ലോ കൂടിയായിരുന്നു. സോ എൻ്റെ മേജർ ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. ഇതെൻ്റെ കണ്ണിൽ 100% ഷോർട്ടായിട്ടുണ്ടായിരുന്ന ട്രേഡ് ആയിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു ഇതിന് മുകളിൽ ലിക്വിഡിറ്റി ഉണ്ട്. കാരണം ഓൾ ടൈം ഹൈ ആണ്, അത് ടാപ്പ് ചെയ്തിട്ടേ ഡ്രോപ്പ് ചെയ്യുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റ് എൻ്റെ തലയിൽ ഇരുന്നുകൊണ്ട് മാത്രം ഞാൻ ഈ ട്രേഡ് മിസ് ചെയ്ത് കളഞ്ഞു. മിസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച് അപ്പോഴും ഞാൻ എൻ്റെ മൈൻഡ് സെറ്റിൽ മറ്റേ സാധനം കിടക്കുകയാണ്, ഇതിൻ്റെ മേലെ ലിക്വിഡിറ്റി ഉണ്ട്, സോ അത് ടാപ്പ് ചെയ്യും. ന്യൂസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ന്യൂസ് വന്ന അപ്ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ US ഡോളറിന് നെഗറ്റീവായിട്ടായിരുന്നു. ആക്ച്വലി ആ ഒരു സിനാരിയോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചു പാറ്റേൺ ആണ്, പ്രൈസ് ആക്ഷൻ പാറ്റേൺ ആണ്.
ഈസിലി മാനിപ്പുലേഷൻ. ആ ഒരു കണ്ടീഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തപ്പോൾ നോർമലി ആ ന്യൂസിൻ്റെ അപ്ഡേറ്റിൽ മാർക്കറ്റ് ഒന്നുകൂടി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ നമ്മളെ ട്രാപ്പ് ചെയ്യണതായിരിക്കും. കാരണം നോർമലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ നല്ലൊരു ഹ്യൂജ് മാനിപ്പുലേഷൻസ് ഒക്കെ തരാറുണ്ട്. അപ്പോൾ ന്യൂസ് വന്നപ്പോൾ ഞാൻ നോക്കിക്കോ ന്യൂസ് പോസിറ്റീവായിരുന്നു. കാരണം കറൻസിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇന്നലെ വരുന്നൊരു ന്യൂസ് അപ്ഡേഷൻ അത് നേരെ വന്ന് ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ നോർമലി ഇന്ത്യ കറൻസിക്ക് അഗെയിൻസ്റ്റ് ആണെങ്കിൽ ഗോൾഡ് നേരെ മേലേക്ക് പമ്പ് ചെയ്യണം. ഈ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ചെറുതായിട്ടൊരു പമ്പ് ചെയ്തു. പക്ഷേ അതേപോലെ തന്നെ ഇത് താഴേക്ക് ഇടിഞ്ഞൊറിഞ്ഞ് വീഴുകയാണ് ചെയ്തത് ഇന്നലെ. അപ്പോൾ നേരെ ഞാൻ നോക്കിയിരുന്നത് ഇവിടെ എനിക്കൊരു സപ്പോർട്ട് കിടക്കണ്ടായിരുന്നു. കാരണം മേജർ ട്രെൻഡിൽ മാർക്കറ്റ് ബൈ ട്രെൻഡ് ആണല്ലോ. മാർക്കറ്റ് ഇനിയും കുറച്ചും കൂടി മേലേക്ക് പോകാനുള്ളത് കാൽക്കുലേഷൻസ് എനിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ വേറൊരു കണ്ടീഷൻ ഒരു സോൺ അങ്ങോട്ട് വരച്ചു. ഒരു സപ്പോർട്ടിങ് സോണായിട്ട് ഞാൻ ഈ ഒരു ലെവലും പ്ലോട്ട് ചെയ്ത് എനിക്ക് നേരെ മാർക്കറ്റ് ഒന്ന് ആ സോണിലിട്ട് ടാപ്പ് ചെയ്തിട്ട് ഈ ഒരു ലിക്വിഡിറ്റി, കാരണം ഈ ഒരു ലെവൽ ഓഫ് സപ്പോർട്ട്, ഈ ഒരു ലെവൽ ഓഫ് റെസിസ്റ്റൻസ്, ലെവൽ ഓഫ് സപ്പോർട്ട് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് സപ്പോർട്ട്സാണ് എനിക്ക് അവിടെ കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്തു, ഈ മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്ത നോർമലി ഇവിടുന്ന് ടാപ്പ് ചെയ്ത് അഗെയിൻ പോയിട്ട് ഈ ലിക്വിഡിറ്റി ഗ്രാബിന് ശേഷമുള്ള ഡ്രോപ്പാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോഴും എൻ്റെ മൈൻഡ് സെറ്റിൽ എന്ത് ചെയ്ത് ഈ പാറ്റേൺ എന്തായാലും മാനിപ്പുലേറ്റ് ചെയ്യും. കാരണം എന്താ, പ്രൈസ് ആക്ഷൻ പാറ്റേൺ ആണ്, ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ള മൈൻഡ് സെറ്റ്. അല്ലെങ്കിൽ ആ ഒരു ഓവർ കോൺഫിഡൻസ് തന്നെയായിരുന്നു എനിക്ക് ഈ ട്രേഡ് ലോസ് ചെയ്യാനുള്ള കാരണം. ഞാൻ ഇവിടുന്ന് ഒരു ബൈ എടുത്തിട്ട് ചെയ്തായിരുന്നു. എനിക്കൊരു 10 മിനിറ്റ് കൺഫർമേഷൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഈ ഒരു ഇംബാലൻസ് മീറ്റ് ചെയ്യാനുള്ള കയറുന്നതെന്ന് ഉള്ള ചിന്തിക്കാനുള്ള ബോധം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. റീസെൻ്റ്ലി വേറെ ഒന്നുമല്ല, എൻ്റെ മൈൻഡ് സെറ്റിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലിക്വിഡിറ്റി ഗ്രാബാവും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്ത് ഞാനൊരു ബൈ അങ്ങോട്ട് കയറ്റി ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് മാർക്കറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ അട്ടപ്പട്ടലും താഴേക്ക് പോയി. നമ്മൾ നോർമലി വരച്ച് വെച്ച കണ്ടീഷനാണ്. ഈ ഒരു സെൽ ട്രേഡ് തന്നെയാണ് നമ്മൾ ഇന്നലെ രാവിലെ തുടങ്ങി എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഈ ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്ന മൈൻഡ് സെറ്റിൽ കിടക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്ത് പണി വാളിക്ക് പോയൊരു ട്രേഡാണ് ഈ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ 2 കണ്ടീഷൻസ് ഉണ്ടായിട്ടാ. ഞാനൊരു ഇപ്പോൾ ഒരു കണ്ടീഷൻ ഞാൻ മിസ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞ ഈ ഐ സി ടി അല്ല പ്രൈസ് ആക്ഷൻ്റെ ട്രയാങ്കിൾ പാറ്റേൺ ആൻഡ് ബ്രേക്ക് ഔട്ട്. പിന്നെ ഞാൻ മിസ്സായ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഈ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ തേങ്ങ തലയ്ക്ക് കയറ്റി വെച്ചുകൊണ്ട് ഞാൻ മിസ്സായ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഇൻഡിക്കേറ്റേഴ്സിൽ ഐസിഡിക്കൽ സോൺസ് എടുക്കുക. ഐസിഡിക്കൽ സോൺസിൽ നമ്മൾ പോയിട്ട് സെഷൻസ് ഓണാക്കി കഴിയുമ്പോൾ വന്നു മോനെ സാധനം എന്താണെന്ന് വെച്ചാൽ ലണ്ടൻ ഹൈൻ്റെ ലെവൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. കണ്ടോ, ഈ ലണ്ടൻ ഹൈൻ്റെ മാനിപ്പുലേഷൻ അത് വളരെ ചെറിയൊരു മാനിപ്പുലേഷൻ ഉണ്ടാവും. ഈ ഒരു മാനിപ്പുലേഷനെ വെച്ചിട്ടൊന്നും ഇതൊരു 100% മാനിപ്പുലേഷൻ ആണെന്നും ഒരു മനുഷ്യനെ ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇത്രയും ലെവൽ ഓഫ് ടെസ്റ്റിംഗ് മാർക്കറ്റ് കൊടുത്താക്കുകയാണ്. ഈ ഒരു കണ്ടീഷനിൽ എന്താണ്, നോർമലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ ചെയ്യാൻ, സ്വാഭാവികമായിട്ട് സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എടുപ്പിക്കുക. ആ ഒരു കണ്ടീഷൻ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്ത്. പക്ഷെ നേരെ നമുക്ക് 8 പണി തന്നിട്ട് നാളെ എന്ത് ചെയ്ത് സെല്ലേഴ്സ് അടിച്ചങ്ങോട്ട് താഴത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ ഒരു കണ്ടീഷനിൽ ഈ ഒരു ലണ്ടൻ സെഷൻ്റെ ഹൈ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് 10 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്ത് കൺഫർമേഷൻ പാറ്റേൺ ആയിട്ടുള്ള ഈവനിങ് സ്റ്റാറും കണ്ണ് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മേലെ സിമ്പിളായിട്ടൊരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് നല്ലൊരു റിസ്ക് റിവാർഡ് എടുക്കാൻ പറ്റുന്നൊരു ട്രേഡ് തന്നെയായിരുന്നു. $6 സ്റ്റോപ്പ് ലോസും വെക്കുക. പോട്ടെ, ലിക്വിഡിറ്റി അടിക്കുന്ന വിചാരിച്ച് കുറച്ചും കൂടി കയറ്റായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ. ആരും മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ കയറ്റാട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ ഈ ഒരു ലിക്വിഡിറ്റി എങ്കിലും ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് ഒരു ട്രേഡ് വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഇമാരി ഒരു ട്രേഡ് എനിക്ക് മിസ്സാവില്ലായിരുന്നു. ഞാൻ ഈ പ്രൈസ് ആക്ഷൻ പാറ്റേണിന് കണ്ടെങ്കിലും ആ ലിക്വിഡിറ്റിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് അധികം കൊടുത്തുകൊണ്ട് കിട്ടിപ്പോയ 8ൻ്റെ പണിയാണ് ഈ ഡ്രോപ്പ് മിസ്സാവൽ. അതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് എടുത്ത ബൈ SL ടൈറ്റ് ചെയ്ത് നോക്കാണ്ട് ഞാൻ ഇതിൻ്റെ അടിയിൽ റിലാക്സ് ചെയ്ത് വെച്ചു. കാരണം ആ പമ്പ് ചെയ്തപ്പോൾ ഈ നേരെ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടും കറൻസിയുടെ വാല്യൂ, അതായത് ന്യൂസ് വന്നത് ആക്ച്വലി കറൻസിക്ക് അഗെയിൻസ്റ്റ് ആണെന്നുള്ള മൈൻഡിൽ കിടക്കുന്നതുകൊണ്ടും ഈ സാധനം കയറി ടാപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി ഡ്രോപ്പ് ഇടുന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. അതുകൊണ്ട് മാത്രം ഈ ഒരു ട്രേഡ് എനിക്ക് മിസ്സായിപ്പോയി. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിനുള്ള എക്സ്പ്ലനേഷനായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. സോ നിങ്ങളും ഇങ്ങനെയുള്ള പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ഒരു കാര്യം തലയിൽ കയറ്റി വെച്ചിട്ട് ആ ട്രേഡിനെ ആ ഒരു ലെവലിൽ തന്നെ അപ്രോച്ച് ചെയ്യരുത്. മിസ്റ്റേക്കുകൾ വരാം, മിസ്റ്റേക്കുകൾ എവിടെയാണ് പറ്റിയത്, പാളിച്ചത് പറ്റിയത് എവിടെയാണെന്ന് അനലൈസ് ചെയ്യുക. ആ ഒരു മിസ്റ്റേക്ക് ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ എടുക്കാം. സോ ഇമോഷണലി ആ ഒരു ലോസായ ട്രേഡിനെ പിടിക്കാൻ വേണ്ടി ചാടിക്കയറി ട്രേഡ് എടുത്തിട്ടൊക്കെ വീണ്ടും എന്ത് ചെയ്യുക, കൂടുതൽ ലോസുകളിലോട്ട് പോകാതിരിക്കുക. സോ ഇതെൻ്റെ ഒരു മിസ്റ്റേക്കാണ്, എനിക്കൊരു മിസ്സായ ട്രേഡാണ്. ആസ് ദ സെയിം കണ്ടീഷൻ ഞാൻ ആ ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രം തലയിൽ കയറ്റി വെച്ചുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ സ്റ്റോപ്പ് ലോസുമാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഇതേപോലുള്ളൊരു ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോറക്സ് ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ഡിസ്കസ് ചെയ്ത് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ.